കലാഭവൻ RLV രാമകൃഷ്ണന് ഒരു വിഷയം ഉണ്ടായി. തന്റെ പേരെന്താ പറഞ്ഞ? ചൂലുകെട്ടെടുത്തേനെ ഞാൻ എന്റെ സ്വഭാവം. എന്റെ പൊന്നെ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ അനാവശ്യമായിട്ട് സംസാരിച്ചാൽ ഞാൻ ചൂലും കെട്ട് തന്നെ എടുക്കും. കൂത്തിച്ചി എന്നുള്ള വാക്ക് കേട്ടല്ലോ. കറുത്ത കുട്ടികളെ അംഗീകരിക്കുന്നത് വെളുത്തതിന്റെ താഴെ തന്നെ അംഗീകരിക്കുള്ള ആൾക്കാര്. സത്യഭാമ ഉന്നയിച്ച കാര്യത്തോട് സാറിനുള്ള നിലപാട് എന്താണ്? മോശം അഭിപ്രായം. അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. അപ്പോ കറുത്ത ആളോട് പറയാനുള്ളത്, ഇങ്ങോട്ട് വന്നേ നീ. നിങ്ങൾക്ക് നൃത്തം കളിക്കാൻ അങ്ങനെ ആവുന്നില്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ വൈറ്റനിങ് ക്രീം ഇത് തേച്ചിട്ട് വെളുത്തിട്ട് പാറിട്ട് അവരുടെ മുമ്പിൽ നടക്കും. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോയി പെറ്റ തള്ള സഹിക്കില്ല. നമ്മൾ ഈ കൂത്തിച്ചി എന്ന് കേൾക്കുമ്പോ എല്ലാവരും ഒന്ന് കണ്ണ് ചിമ്മും. ഏതോ തുടർ നാടകമാണ്. ശരിക്കും കൂത്തിച്ചി എന്ന് പറയുന്നത് കൂത്ത് നടത്തുന്ന അച്ചി എന്നുള്ള വാക്കിൽ നിന്നാണ് കൂത്തിച്ചി വരുന്നത്. ഈ മോഹിനിയാട്ടം അതിന്റെ ഒരു പരിഷ്കൃത രൂപമാണ്. സത്യമാണോ ഈ പറയുന്നത്? ഈ ഇപ്പൊ പറഞ്ഞ സാധനം കട്ട് ചെയ്യാൻ കേട്ടോ, അത് ഇട്ടേക്കണം മര്യാദ കേട്ടല്ലോ. ഇതിപ്പോ പായിൽ കുറി തൊട്ടതുപോലെ ആയല്ലോടെ. സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ്. ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ? നിങ്ങളെ എന്റെ അടുത്ത് ശിഷ്യപ്പെടാൻ വാ. കാരണം കലാമണ്ഡലം സത്യം അംഗീകരിക്കപ്പെട്ട വലിയൊരു നർത്തകയാണ് ഇവര് വരുമ്പോൾ. ഇവർ അവരുടെ താഴെ പഠിച്ച ഒരു സ്റ്റുഡന്റ് മാത്രമാണ്. മുമ്പിൽ വന്നപ്പോഴും ഈ അതിശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. അങ്ങനൊരു അതിശയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. കഷ്ടപ്പെട്ടത് വെറുതെ. ശരിക്കും പറഞ്ഞാൽ കൂത്തിച്ചി എന്ന് പറയുന്ന കൂത്തിച്ചി നടനം തന്നെയാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അപ്പൊ നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിക്ക് മാർക്ക് കൊടുക്കുന്നതും ഇത്തിരി സൗന്ദര്യം കുറഞ്ഞ കുട്ടിക്ക് മാർക്ക് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, ഓല് ചെയ്തേല്. അവരുടെ വിഷം ഉള്ളിൽ വെച്ചിട്ട് അവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പറയുന്ന നടനം തന്നെയാണ്. കള്ളപ്പന്നി. ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന ഇത്രയും അബദ്ധം. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? നാട്യശാസ്ത്രത്തില് ഒരുപാട് സൗന്ദര്യം ഒന്നും പറഞ്ഞിട്ടില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരരുത്. സൗന്ദര്യമൊക്കെ ഒരു പരിധി വരെയൊക്കെ നൃത്തത്തിന് മതി.